ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഓൺലൈനിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഹാക്കിംഗ് അടക്കമുള്ള പല ഇടാകൂടത്തിലും നമ്മൾ പോയി പെടുകയും ചെയ്യുന്നത്. ഇങ്ങനത്തെ അപകടങ്ങൾ കൂടുതലായിട്ട് നമുക്ക് സംഭവിക്കുന്നത് ഓൺലൈനിൽ സംഭവിക്കുന്നത് നമ്മളെ ബ്രൗസിങ് കൂടെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസറിൽ കൂടെ നമ്മൾ ഇല്ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ അപകടം പിടിച്ച സൈറ്റിലേക്കൊക്കെ റീഡയറക്റ്റ് ആയിട്ട് പോവുക, അങ്ങനെ പല രീതിയിലും നമ്മൾ പല പ്രശ്നത്തിലും ചെന്നുപെടും. നമ്മളെ ഡാറ്റ നഷ്ടപ്പെടും. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസർ ഏത് ബ്രൗസർ ആയാലും നമുക്ക് പല രീതിയിലുള്ള സേഫ്റ്റി ടിപ്സുകളും സെക്യൂരിറ്റി ചെക്കപ്പുകളും ഒക്കെ തരുന്നുണ്ട്. ഇപ്പോൾ വേൾഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം ബ്രൗസർ നമുക്ക് ഒരു പുതിയ അപ്ഡേഷൻ കൂടി തന്നു. അതെന്താണെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. വളരെ ഉപകാരമുള്ളൊരു അപ്ഡേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്താ ഈ അപ്ഡേഷൻ? നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യട്ടെ. ക്രോം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ മേലെ വലത് ഭാഗത്ത് 3 കുത്തുണ്ട്, അതിലൊരു കുത്തു കൊടുക്കുക. ഇവിടെ കുറച്ച് താഴെയായിട്ട് സെറ്റിംഗ്സ് കാണും, അതിലൊരു കുത്തു കൊടുക്കുക. ഇനി കുറച്ച് താഴേക്ക് പോയാൽ സേഫ്റ്റി ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ന്യൂ എന്നൊരു നീലെഴുത്തും കൂടി കാണുന്നുണ്ടോ? ഇങ്ങനെ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ടാവും. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ നമ്മുടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമുക്കിവിടുന്ന് ചെക്ക് ചെയ്യാം. ഒന്ന് അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസർ അപ് ടു ഡേറ്റ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എന്തിനാ ഈ അപ് ടു ഡേറ്റ് ആയിരിക്കുന്നത്? പഴയ വെർഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സെക്യൂരിറ്റി ത്രെഡ്സ് ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്തുകൊണ്ടാണ് പുതിയ വെർഷനിലേക്ക് അപ്ഡേറ്റ് തരിക. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസർ ആയാലും ആപ്സ് ആയാലും എന്തെന്നായാലും അത് അപ് ടു ഡേറ്റ് ആയിരിക്കണം. പിന്നെ പാസ്വേഡ്സ്, നമ്മൾ ഒരുപാട് പാസ്വേഡ്സ് ഒക്കെ സേവ് ചെയ്യും ഫോണിൽ തന്നെ, ബ്രൗസറിൽ തന്നെ. അതൊക്കെ സേഫ് ആണോ എന്നുള്ള ഒരു ചെക്കപ്പ്. പിന്നെ സേഫ് ബ്രൗസിങ് എന്താന്ന് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞതാണ്. നമ്മളെ ബ്രൗസിങ്ങിൽ വേണ്ടാത്ത സംഗതികളൊക്കെ കയറി വരിക അല്ലെങ്കിൽ റീഡയറക്റ്റ് ചെയ്യുക, അതൊക്കെ തടുക്കാൻ വേണ്ടിയിട്ടാണ് സേഫ് ബ്രൗസിങ്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്യുക. അവിടെ താഴെ നീല ബട്ടൺ കാണാൻ ചെക്ക് നൗ എന്നുള്ള അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ എങ്ങനെ കാണാം, ഒന്നാമത്തേന് ടിക്ക് മാർക്ക് വന്നിക്ക് അപ്ഡേറ്റ്സ്. അത് നമ്മളെ ബ്രൗസർ അപ് ടു ഡേറ്റ് ആണെന്നുള്ള ടിക്ക് മാർക്ക് വന്ന്. രണ്ടാമത്തെ പാസ്വേഡ്, ഇവിടെ ഒരു ഐ ബട്ടണാണ് കാണിക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഈ ഗൂഗിൾ ക്രോമിൽ പാസ്വേഡ് ഒന്നും സേവ് ചെയ്ത് വെക്കില്ല. അപ്പോൾ എനിക്ക് അവിടെ പാസ്വേഡ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്, ഒന്നും സേവ് ചെയ്ത് വെക്കാത്തതുകൊണ്ടാണ് ഈ ഐ ബട്ടൺ കാണിക്കുന്നത്. നിങ്ങൾ പാസ്വേഡ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കാണിക്കും. പിന്നെ സേഫ് ബ്രൗസിങ്ങും ഓക്കെ ആണെന്ന് ടിക്ക് മാർക്ക് വന്നിക്ക്. അപ്പം ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രശ്നം അവിടെ കാണിക്കും. കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിഹാരവും ചെയ്യാം. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് റിസൾട്ട് വരുന്നതെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.